വയനാട്ടിലെ ഒരു രക്ഷാപ്രവർത്തകൻ പറഞ്ഞത് 12 പേരെങ്കിലും ചാലിയാർ പുഴയിൽ ഉണ്ടെന്നാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ദൃശ്യം മണ്ണിൽ കുടുങ്ങിപ്പോയ ഒരു സ്ത്രീ അവർ രക്ഷപ്പെട്ട് എഴുന്നേറ്റ് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തുമാത്രം വലുതാണ് ഈ ദുരന്തം നോക്കൂ. ഒരു മേഖലയാകെ മണ്ണും കല്ലും മൂടിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങളടക്കം നിരവധി പേരെയാണ് ഈ അപകടം ഇതിനകം ബാധിച്ചു കഴിഞ്ഞത്. അവിടെ ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുക എന്ന് വെച്ചാൽ ഈ മുണ്ടക്കൈ, ഈ മുണ്ടേരി വഴി ചാലിയാർ അങ്ങനെയാണ് അത് ഒഴുകുക. സാധാരണ നിലയ്ക്ക് നല്ല സമയമെടുക്കണം. 1 മണിക്കും 4 മണിക്കും ഇടയിലുണ്ടായ ഉരുൾപൊട്ടൽ, ഒന്നിലധികം തവണ ഉരുൾപൊട്ടലുണ്ടായി എന്ന് പറയപ്പെടുന്നു. അവിടെയാണ്, അവിടെ നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹം ഒലിച്ച് ചാലിയാർ വന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം ഒരാൾ രക്ഷപ്പെടുന്നതിൻ്റെതാണ്. വയനാട്ടിലെ മേപ്പാടിക്കടുത്ത് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇതുവരെ മരണം 23 ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 23 പേരുടെ മൃതദേഹം കണ്ടെടുത്തുവെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അല്പസമയം മുമ്പ് സംസാരിക്കവേ മാധ്യമങ്ങളോട് പറഞ്ഞത്. 400ഓളം കുടുംബങ്ങൾ ഇതിനകം ഒറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി പല സ്ഥലത്തും ആളുകൾ മരിച്ച് മണ്ണിനടിയിലായി പോവുകയോ അല്ലെങ്കിൽ ജീവന് വേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യുന്നുണ്ട്. നോക്കൂ, അതെന്തുമാത്രം ഭീതിതമായ ഒരു ചിത്രമാണ്. അപകടത്തിൽപ്പെട്ട ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യം. എൻ്റെ കൂടെ ഫൈസൽ കൂടി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഫൈസൽ, നമുക്ക് എവിടെയൊക്കെയാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുന്ന രക്ഷാപ്രവർത്തനത്തിന്? ഏറ്റവും അധികം ഈ ദുരന്തം ബാധിച്ചത് എവിടെയാണ്? തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ തരാമോ? നിഷാദ്, നമ്മൾ ഏറ്റവും അധികം പറയേണ്ടത് മുണ്ടക്കൈയിലെ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് മുണ്ടക്കൈ പുഞ്ചിരിമറ്റം ഭാഗത്ത് നിന്നാണെന്നാണ് ആളുകൾ പറയുന്നത്. ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇതുവരെ എത്തിപ്പെടാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. ഏകദേശം 350-ലധികം വീടുകൾ അടുത്തടുത്ത് നിൽക്കുന്ന ഒരു ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജനവാസ മേഖലയാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത്. ആ ഒരു പ്രദേശത്ത് നിന്ന് പൊട്ടി ഒലിച്ചു വന്ന ഭാഗമാണ് ചൂരൽമലയിലെത്തിയത്. ഈ ചൂരൽമലയിലെത്തിയ ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അവിടെയുള്ള ആളുകൾ, ആ ഒരു സ്കൂൾ റോഡ് പറയുന്ന ഒരു പ്രദേശത്ത് 100ഓളം വീടുകൾ തിങ്ങി നിൽക്കുന്ന ഒരു മേഖല, ആ ഒരു മേഖലയിലൂടെ ഉരുൾപൊട്ടൽ പൊട്ടി ഒലിച്ചു വന്ന ആ ഒരു ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അവിടേക്ക് മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ മണ്ണിനടിയിൽ പെട്ടുപോയ ആളുകളെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ NDRF ഉൾപ്പെടെയുള്ള സംഘം പുറത്തെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തണം. നേരത്തെ നമ്മൾ സംസാരിച്ചവരൊക്കെ പറഞ്ഞത് മുണ്ടക്കൈ 2 ഭാഗത്തായിട്ട് ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നു. മുണ്ടക്കൈയുടെ മദ്രസയുടെ ഭാഗത്ത് ഒരു 30ഓളം ആളുകൾ ആ ഒരു ഭാഗത്ത് അഭയം പ്രാപിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു ഓപ്പോസിറ്റ് സൈഡിൽ മലമുകളിലായിട്ട് കുറച്ച് ആളുകൾ അവിടെ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ആ ഒരു കുടുംബങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. മറ്റൊരു വെല്ലുവിളി ഇവിടേക്ക് എത്താനുള്ള ഒരു വഴിയുടെ ഒരു പ്രയാസം തന്നെയാണ്. നമ്മൾ രാവിലെ മുതൽ പറയുന്ന ഒരു സംഗതിയും അത് തന്നെയാണ്. കാരണം ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു പാലം ഒലിച്ചു പോയത് കൊണ്ട് തന്നെ മുണ്ടക്കൈയിലേക്ക് എത്താനുള്ള ഒരു പ്രയാസമുണ്ട്. മറ്റൊരു ഭാഗത്തു കൂടി കടക്കുകയാണെങ്കിൽ അവിടെയും ഈ പുഴയുടെ ജലനിരപ്പ് ഉയർന്നത് കാരണം ആ ഭാഗത്തു കൂടെയും ആളുകൾക്ക് മുണ്ടക്കൈയിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് എത്തിപ്പെട്ടാൽ മാത്രമേ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് തന്നെ മുണ്ടക്കൈയിൽ നിന്ന് പൊട്ടി ഒലിച്ച് വന്നതിൻ്റെ ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളായിട്ടുള്ള അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ചൂരൽമലയിലും ഈ ഒരു പൊട്ടി ഒലിച്ച് വന്ന് പല വീടുകളുടെ മുകളിലൂടെ വരുന്നു. 2 നില വീടുകൾ, 1 നിലയിലോളം മണ്ണ് അടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ഭീകരമായ ഒരു ദൃശ്യം എന്താണെന്ന് വെച്ചാൽ ചൂരൽമലയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിലനിന്നിരുന്ന 2 നില ബിൽഡിങ്ങിൽ 1 നിലയോളം മണ്ണ് മൂടിയിട്ടുണ്ട് എന്നുള്ള അതിഭയാനകമായ ഒരു ദൃശ്യമാണ്. ആ ഒരു ദൃശ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം മണ്ണാണ് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. താഴെ ഭാഗത്തേക്ക് മുണ്ടക്കൈ എന്ന് പറയുന്നത് ഒരു ഉയർന്ന പ്രദേശമാണ്. ആ ഒരു ഉയർന്ന പ്രദേശത്ത് നിന്ന് ചൂരൽമലയിലേക്ക് ഇത്രത്തോളം വ്യാപ്തി ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ മുണ്ടക്കൈയിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അവിടെ എത്തിയാലല്ലാതെ ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം പറയാൻ കഴിയില്ല. നിരവധി ആളുകൾ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നു. നിരവധി ആളുകൾ മലമുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഇനി എന്ത് എന്നുള്ള ചോദ്യം അവർക്ക് മുമ്പിലുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തുന്നതിൽ വലിയ വെല്ലുവിളിയുണ്ട്. പുഴയിലെ നീരൊഴുക്ക് വർദ്ധിക്കുന്നു. പാലം ഒലിച്ചു പോയത് കൊണ്ട് തന്നെ NDRFിൻ്റെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ച് അവിടേക്ക് എത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി അവരതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ ഹെലികോപ്റ്റർ വരുന്ന മായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഹെലികോപ്റ്റർ വരികയാണെങ്കിൽ തന്നെ മുണ്ടക്കൈയിൽ എവിടെ ഇറക്കും? അത്തരത്തിൽ മുണ്ടക്കൈയിലേക്ക് എത്തിയാൽ നമുക്ക് കൂടുതൽ പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നിഷാദ്.
ഓക്കെ, ഫൈസൽ വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടുക എന്നത്, അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമായ ഒരു സംഗതിയായിരിക്കും എന്നതാണ് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. അവിടുന്ന് എയർലിഫ്റ്റിങ്ങിന് തീരുമാനമായിട്ടുണ്ടെങ്കിൽ കൂടി പ്രതികൂല കാലാവസ്ഥ മൂലം പറപ്പിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട് ഹെലികോപ്റ്റർ എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ ഫൈസൽ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചൂരൽമലയിൽ നിന്നുള്ള ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും ആൻഡ് അവിടെ നിന്നുള്ള വിഷ്വൽസാണ് നമ്മൾ കൂടുതൽ കാണുന്നെങ്കിലും മുണ്ടക്കൈയിൽ എന്തുമാത്രം വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്, എത്ര ആളുകൾ അവിടെ പെട്ടുപോയിട്ടുണ്ട്, എന്തുമാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൻ്റെ ആഘാതം എന്ന് നമുക്ക് ഇനിയും കൂടുതൽ വിവരങ്ങൾ വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷേ ഇനിയും മണിക്കൂറുകൾ എടുത്തേക്കാം അവിടെ നിന്ന് ഉള്ള വിവരങ്ങൾ കിട്ടാൻ. നമ്മൾ ഈ ഇടതുവശത്തെ ദൃശ്യത്തിൽ കാണുന്ന ഒരാൾ മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വയം ശ്രമിക്കുന്നതിനാണ്. അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.